ഈ യോഗം നടക്കുന്നുണ്ട്, അടിയന്തര യോഗം നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ നിന്ന് എത്തിയാലുടൻ ആ അടിയന്തര യോഗം നടക്കും. ആ യോഗത്തിലാകും ഇനി അങ്ങോട്ട് ഏത് രീതിയിലാകണം തെരച്ചിൽ പോകേണ്ടത്, സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം, അത് ഏത് രീതിയിൽ കൊണ്ടുപോകണം, ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അത് നാടുകളിലേക്ക് തിരിച്ചെത്തിക്കും. ഇങ്ങനെ വിവിധ പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. അടിയന്തരമായ യോഗം. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശത്തായിരുന്നു. കേന്ദ്രമന്ത്രിയും തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ നിന്ന് ഇന്ന് പെഹൽഗാമിലേക്ക് തിരിക്കും. ആ രീതിയിൽ കേന്ദ്ര മന്ത്രിസഭ യോഗം ചേരുന്നുണ്ട്, അടിയന്തര യോഗം ചേരുന്നുണ്ട്. അതിൽ അത്യാവശ്യം വേണ്ട ഏതെല്ലാം സുരക്ഷകൾ കാര്യങ്ങൾ അതൊക്കെ അവിടെ നടക്കുന്നു. ഇപ്പുറത്ത് നമുക്ക് ഇന്നലെ ആദ്യം തന്നെ മലയാളികൾ എവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്കറിയാം, നമ്മുടെ മലയാളികൾ നാട് മുഴുവനും സഞ്ചരിക്കുന്നവരാണ്, അവിടെ ജോലി ചെയ്യുന്നവരാണ്. ഇന്നലെ ഈ വിവരം വരുമ്പോൾ തന്നെ മലയാളികൾ ആരോ ഉണ്ടെന്നുള്ളൊരു സൂചന വരുന്നു. അതിനുശേഷമാണ് ഹൃദയം ഭേദികമായ വാർത്ത വരുന്നത്. ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ, അദ്ദേഹം അതിക്രൂരമായാണ്, ദാരുണമായി തന്നെയാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മകളുടെ കൺമുന്നിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ആ വാർത്ത, അതിനെക്കുറിച്ച് അത് പറയുന്നവരെല്ലാവരും തന്നെ വല്ലാതെ വേദനയോടെ ആ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്നിപ്പോൾ വിഷ്ണു സുരേഷ്, ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ, ഇന്നലെ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലെ സുഹൃത്തുക്കളൊക്കെ പങ്കുവച്ചു. അദ്ദേഹം കൂടുതൽ നാളും ഇടപ്പള്ളിയിൽ തന്നെ ജീവിച്ചിരുന്നു, ഇടയ്ക്ക് ദുബായിൽ ജോലി ചെയ്തിരുന്നതാണ്. മകളുടെ ഇരട്ട കുട്ടികളുമായി അച്ഛനും അമ്മയും ജമ്മു കാശ്മീരിലേക്ക് ഇന്നലെയാണ് അവർ അവിടെ എത്തിയത്. അതിനുശേഷമാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ ഞെട്ടലിലാണ്, നടുക്കത്തിലാണ്. അപ്പോൾ ഈ മകളുണ്ട്, ഭാര്യയുണ്ട്, അദ്ദേഹത്തിൻ്റെ 2 ചെറിയ കുട്ടികളുണ്ട്. അവരെയൊക്കെ സുരക്ഷിതരാണെന്നുള്ള വിവരമൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള അങ്ങനെയുള്ള ഏതെങ്കിലും വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾ? അതോടൊപ്പം തന്നെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കണം, ആ രീതിയിലുള്ള വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. വിഷ്ണു ഇപ്പോൾ അവിടെ നിൽക്കുമ്പോൾ എന്തെല്ലാം വിവരങ്ങളാണ് ഏറ്റവും പുതുതായിട്ട് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്? സ്മിത, തിങ്കളാഴ്ചയാണ് രാമചന്ദ്രനും കുടുംബവും ഈ വീട്ടിൽ നിന്ന് വിനോദയാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടത്. ആദ്യം അവർ ഹൈദരാബാദിലേക്ക് പോയി, അവരുടെ ഒരു ബന്ധുവുണ്ട്, അവിടെ നിന്നാണ് കശ്മീരിലേക്ക് തിരിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടി രാമചന്ദ്രൻ്റെ അടുത്ത ബന്ധുവായ തൃപ്പൂണിത്തുറ സ്വദേശിക്കാണ് മകളുടെ ഭാഗത്തു നിന്നൊരു ഫോൺ കോൾ വരുന്നത്. ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുകയും പിതാവ് കൊല്ലപ്പെടുകയും ചെയ്തു എന്നായിരുന്നു അതിൽ അവർ പറഞ്ഞത്. തങ്ങൾ സുരക്ഷിതരാണ് എന്നും ആ പെൺകുട്ടി വിളിച്ചു പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് തന്നെ രാമചന്ദ്രൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. കശ്മീരിലായിരിക്കും അത് നടക്കുക. അതിനുശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് മൃതദേഹം എത്രയും പെട്ടെന്ന് തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. ഈ കുട്ടികളും അതോടൊപ്പം തന്നെ രാമചന്ദ്രൻ്റെ ഭാര്യയും മകളും അവർ സുരക്ഷിതരായി തന്നെ ഇരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അതീവ അല്ലെങ്കിൽ അതിക്രൂരമായൊരു കൊലപാതകം, ആക്രമണം എന്നൊക്കെ വിശേഷിപ്പിക്കാം. സ്വന്തം മകളുടെ മുന്നിൽ വെച്ച് പേര് ചോദിച്ച ശേഷം ആ പിതാവിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അത് കണ്ടുനിന്ന ആ കുടുംബങ്ങളുടെ ഒരു ട്രോമയൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത് കൂടിയാണ്. രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പ്രദേശത്തെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. എല്ലാ പൊതുപ്രവർത്തന മേഖലകളിലുമൊക്കെ ഇടപെട്ട് 2 വർഷത്തിന് മുൻപ് പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഇടപ്പള്ളിയിലേക്ക് എത്തിയ ആളാണ്. പിന്നീട് ഇവിടെ വളരെ സജീവമായി അദ്ദേഹം നിൽക്കുകയായിരുന്നു. അതായത് സുഹൃത്തുക്കളൊക്കെ ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമൊക്കെ നടത്തി. ഇന്നലെ ഏറെ വൈകി 3 മണിയോടുകൂടിയാണ് ഈ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ പോയിട്ടുള്ളത്. അദ്ദേഹവുമായി അടുത്ത ബന്ധം എല്ലാവരും പുലർത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ ഈ മരണവാർത്ത അറിഞ്ഞത് വലിയ ഞെട്ടൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, ഇങ്ങനെ ഞാൻ കശ്മീരിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി യാത്രയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് പിന്നീട് ഈ കുടുംബം അറിഞ്ഞത്. കുറേ നാളുകളായി, അല്ലെങ്കിൽ ഇവർ ഇടപ്പള്ളിക്കാർ തന്നെ എന്ന് വിശേഷിപ്പിക്കുക, ഇടപ്പള്ളി മങ്ങാട്ട് ലൈനിനടുത്ത് മങ്ങാട്ട് സ്ട്രീറ്റിനോട് ചേർന്നാണ് ഇവരുടെ, അല്ലെങ്കിൽ ആ സ്ട്രീറ്റിലാണ് ഇവർ താമസിക്കുന്നത്. ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെയാണ് രാമചന്ദ്രൻ. ഇന്ന് കളക്ടർ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോഴായിരിക്കും ഈ മൃതദേഹം എപ്പോൾ എത്തിക്കും, ബാക്കി തുടർ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരിക. നിലവിൽ തൃപ്പൂണിത്തുറ സ്വദേശിയായ ബന്ധുവും അതോടൊപ്പം തന്നെ അവിടെ കശ്മീരിലുള്ള മകളുമായാണ് കോണ്ടാക്റ്റ് നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ അവരെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളെ അറിയിച്ചത്, പോലീസിനടക്കം അറിയിച്ചത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു വ്യക്തത വരണമെങ്കിൽ അവരുടെ കൂടി പ്രതികരണം വരേണ്ടിയിരിക്കുന്നു. ഈ കുട്ടികളടക്കമുള്ള ആളുകൾ
സേഫാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. രാമചന്ദ്രന് നേരെ മാത്രമായിരുന്നു ആക്രമണം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. ഒരു പക്ഷേ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം സിവിലിയൻസിന് നേരെ ഇത്തരത്തിൽ അതിരൂക്ഷമായൊരു ആക്രമണം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയും. നിരായുധരായ നിസ്സഹായരായ മനുഷ്യർക്ക് നേരെയാണ് TRF, ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഭീകര സംഘടന വെടിയുതിർത്തത്. ഉറപ്പായും അതുമായി ബന്ധപ്പെട്ട തിരിച്ചടികളൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരുപാട് പ്രതീക്ഷകൾ, സന്തോഷങ്ങൾക്ക് വേണ്ടി പോയ മനുഷ്യരാണ് തിരിച്ച് ജീവൻ നഷ്ടപ്പെട്ടു വരുന്നത് എന്നുള്ളത് അതിദാരുണമായ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ലോകമെമ്പാടും അതുമായി ബന്ധപ്പെട്ടുള്ള അപലപനീയമായ അല്ലെങ്കിൽ അപലപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാമചന്ദ്രൻ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതും വലിയ സങ്കടം നൽകുന്ന കാര്യമാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് മലയാളികളാണോ, ഈ മറ്റ് രാജ്യത്തു നിന്നുള്ള ആളുകളാണ് എന്ന തരത്തിലൊക്കെ പ്രചരണമുണ്ടായി. പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി അദ്ദേഹം പറയുന്നത് രാമചന്ദ്രനാണ്, ഇടപ്പള്ളി സ്വദേശിയാണ്. അദ്ദേഹം കുടുംബവുമൊത്ത് കശ്മീരിലേക്ക് പോയതാണ്. ഏറെക്കുറെ അവിടുത്തെ വിനോദ മേഖലകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടി പോയതാണ്. അതിനിടയിൽ ഒരു അപകടം സംഭവിച്ചു. മകൾക്ക് മുൻപിൽ വെച്ചാണ് അപകടമുണ്ടായത്. മകള് തന്നെ അക്കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോലീസ്, കശ്മീരിലെ പോലീസുമായി ബന്ധപ്പെടാനുള്ള ശ്രമവും ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ നടത്തി മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എത്ര ദിവസം എടുക്കും, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന്, പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കും. പ്രത്യേകിച്ച് സർക്കാർ വിഷയം കൂടിയാണ്. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആ വിഷയങ്ങൾ കൃത്യമായി ഇടപെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമായി അവർ കണക്കാക്കുന്നുണ്ട്. കാരണം അത്രയും അടുത്ത് നിന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. എല്ലാവരുമായി വളരെ സൗഹൃദത്തോടുകൂടി സ്നേഹത്തോടുകൂടിയൊക്കെ ഇടപഴകിയ ഒരാളാണ്. ഇന്നലെ ഈ മരണ വാർത്ത അറിഞ്ഞ് ഒരുപാട് പേർ ആ നിമിഷം തന്നെ ഇങ്ങോട്ടേക്ക് എത്തി. അവർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട രാമചന്ദ്രൻ ചേട്ടനായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ബന്ധം പുലർത്തുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഈ ഭീകരാക്രമണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടം വരുന്ന, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണം കൂടിയാണ് ഇത്. വിഷ്ണു തുടരുക. വിനിത വിജിയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്.